നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് നെഗറ്റീവ് പബ്ലിസിറ്റി എന്നത്. അതിപ്പോൾ ഒരു വ്യക്തിയായാലും ഒരു സംഘടനയായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയായാലും ഇനിയൊരു സിനിമയായാലും സിനിമാ നടനായാലും നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആളുകൾ എന്തു പറയുന്നു എന്നതിലല്ല പ്രാധാന്യം, ആളുകൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ് പ്രാധാന്യം. എപ്പോഴും ലൈംലൈറ്റിൽ നിറഞ്ഞു നിൽക്കുക, ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ചർച്ചാ വിഷയമായി നിലനിൽക്കുക. ചുരുക്കി പറഞ്ഞാൽ നല്ലതോ ചീത്തയോ ആയ ഒരു വിഷയം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക. മാധ്യമങ്ങളും ജനങ്ങളും സോഷ്യൽ മീഡിയയിൽ അതൊരു ചർച്ചയാക്കും. അതിന് സാധിച്ചാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഈ മാധ്യമങ്ങളും നെറ്റിസൻസും തന്നെ മാർക്കറ്റ് ചെയ്തോളും. ഇത്രയും പറയാൻ കാരണം ഏകദേശം ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ഒരു ചലച്ചിത്ര നിർമ്മാതാവിനെ കുറിച്ച് പറയാനാണ്. സോഫിയ പോൾ. മിന്നൽ മുരളി, RDX തുടങ്ങിയ വലിയ വിജയം നേടിയ സിനിമകളുടെ നിർമ്മാതാവായ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞ ഒരു സംഭവമായിരുന്നു RDX സിനിമയുടെ സംവിധായകനായ നഹാസ് ഹിദായത്ത് സോഫിയ പോളിന്റെ പക്കൽ നിന്നും മുൻകൂറായി പണം വാങ്ങിയതിനു ശേഷം വരാനിരിക്കുന്ന ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിൽ നിന്നും പിന്മാറി എന്നത്. ഗുരുതരമായ ആരോപണമാണ് നഹാസിനെതിരെ സോഫിയ പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല നഹാസിനെതിരെ നിയമപരമായി തന്നെ നീങ്ങുകയാണ് സോഫിയ പോൾ. ഈ സംഭവത്തിന്റെ വിശദമായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതാദ്യമായല്ല സോഫിയ പോൾ ഒരു സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സോഫിയ പോളിന്റെ നിർമ്മാണത്തിൽ ഒരു സിനിമ റിലീസാകുന്നതിന് മുൻപോ ഇത്തരത്തിൽ ഒരു വിവാദം ഉണ്ടാകുന്നത്. ഏതാണ്ട് മിന്നൽ മുരളി മുതലാണ് സോഫിയ പോൾ ചിത്രങ്ങൾ ഇത്തരത്തിൽ വിവാദത്തിൽപ്പെട്ട് ശ്രദ്ധ നേടുന്നത്. മിന്നൽ മുരളിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചിത്രീകരണത്തിനായി കാലടി മണപ്പുറത്തൊരുക്കിയ കൂറ്റൻ സെറ്റ് ബജരംഗദൾ പ്രവർത്തകർ തകർത്തതായിരുന്നു ആദ്യത്തെ സംഭവം. സിനിമയുടെ അണിയറ പ്രവർത്തകർ മാസങ്ങളെടുത്ത് തയ്യാറാക്കിയ കൂറ്റൻ കെട്ടിടത്തിന്റെ സെറ്റായിരുന്നു കേരളത്തിൽ അധികം വാർത്തകളിൽ നിറയാത്ത ബജരംഗദൾ പ്രവർത്തകർ തകർത്തത്. അഖില കേരള ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി ഹരി പാലോട് തന്നെയായിരുന്നു സെറ്റ് തകർത്ത കാര്യം ഫേസ്ബുക്കിലൂടെ ചിത്രങ്ങൾ സഹിതം അപ്ലോഡ് ചെയ്തുകൊണ്ട് അറിയിച്ചത്. കാലടി മണപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ സെറ്റിട്ടപ്പോൾ തന്നെ തങ്ങൾ എതിർത്തതാണെന്നും സ്വാഭിമാനം സംരക്ഷിക്കാനായാണ് സെറ്റ് തകർത്തതെന്നുമായിരുന്നു ഹരി പാലോടിന്റെ അവകാശവാദം. ക്ഷേത്രത്തിന് മുന്നിൽ പള്ളി കെട്ടിയതിനാലാണ് തങ്ങൾ സെറ്റ് പൊളിച്ചു മാറ്റിയതെന്നായിരുന്നു ഹരി പാലോടിന്റെ വിശദീകരണം. സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങൾ എതിർക്കുന്ന ഒരു ഭൂരിപക്ഷ ജനത കേരളത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ സംഭവം മിന്നൽ മുരളി എന്ന സിനിമയ്ക്ക് നൽകിയ ഹൈപ്പ് ചെറുതല്ലായിരുന്നു. പിന്നീട് സോഫിയ പോളിന്റെ നിർമ്മാണത്തിലെത്തിയ സിനിമയായിരുന്നു ഷെയ്ൻ നിഗം, ആന്റണി വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ RDXന്റെ റിലീസിന് മുമ്പും ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഷെയ്ൻ നിഗത്തിന്റെ ചിത്രം പോസ്റ്ററിന്റെ നടുവിൽ വെച്ചില്ല എന്ന പേരിലായിരുന്നു ആ വിവാദം തുടക്കം കുറിച്ചത്. അതിനെ തുടർന്ന് യുവതാരങ്ങൾക്കെതിരെ നിർമ്മാതാക്കളുടെ സംഘടനകൾ ഇറങ്ങിത്തിരിച്ചതും യുവതാരങ്ങളെ അച്ചടക്കം പഠിപ്പിക്കാൻ ഇറങ്ങിയതുമൊക്കെ വലിയ വാർത്തയായ സംഭവമായിരുന്നു. മിന്നൽ മുരളിയെ പോലെ തന്നെ ഈ വിവാദവും RDX എന്ന സിനിമയ്ക്ക് നൽകിയ ഹൈപ്പ് ചെറുതല്ലായിരുന്നു. സോഫിയ പോളിന്റെ നിർമ്മാണത്തിൽ ഇപ്പോൾ റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് കൊണ്ടൽ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നത് ഇക്കഴിഞ്ഞ ജൂൺ 29-നായിരുന്നു. എന്തായാലും പുതിയ സിനിമ റിലീസിനെത്തുമ്പോൾ പതിവ് പോലെ തന്നെ അടുത്ത വിവാദത്തിനും തിരികൊളുത്തിയിരിക്കുകയാണ് സോഫിയ പോളിന്റെ ചിത്രം.